നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ കോഡിനെ കുറിച്ചാണ്. പ്രതിരോധകങ്ങളുടെ മൂല്യം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കളർ കോഡിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ, നമുക്ക് റെസിസ്റ്ററിന് എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയാനായിട്ടാണ് നമ്മൾ സാധാരണ കളർ കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിരോധകങ്ങളുടെ മൂല്യം രേഖപ്പെടുത്താനാണ് കളർ കോഡ് നമുക്ക് ഉപയോഗിക്കുന്നത്. പ്രതിരോധങ്ങളുടെ മൂല്യം അറിയാനായിട്ട് സാധാരണ പ്രതിരോധകങ്ങളിൽ 4 വളയങ്ങൾ കാണും. 4, ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 വളയങ്ങൾ കാണും. ആ വളയങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ പ്രതിരോധകത്തിൻ്റെ വാല്യൂ, ആ റെസിസ്റ്ററിന് എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഈ കളർ കോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാതെ കളർ കോഡ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയാണ്, ചെക്ക് ചെയ്യാതെ വാല്യൂ അറിയാൻ വേണ്ടിയാണ് നമ്മൾ കളർ കോഡ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ കോഡ് എന്ന് പറഞ്ഞാൽ 4 വലയങ്ങളാണ് ഉള്ളത് ഒരു കളർ കോഡിൽ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ 2 എണ്ണം 2 അക്കങ്ങളെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തേത് 10ൻ്റെ പവർ, മൂന്നാമത്തെ അക്കം എന്ന് പറയുന്നത് 10ൻ്റെ പവറായിട്ട് എഴുതുക. 4ാമത്തെ അക്കം കാണിക്കുന്നത് ടോളറൻസ് ആണ്. അപ്പോൾ 4 വലയങ്ങൾ കാണും. 4 വലയങ്ങളിൽ 2 എണ്ണം 2 അക്കങ്ങളെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ 2 അക്കങ്ങളെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ വലയം എന്ന് പറയുന്നത് 10ൻ്റെ പവറായിട്ട് എഴുതേണ്ടതാണ്. 4ാമത്തെ വലയം എന്ന് പറഞ്ഞാൽ ടോളറൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് ഈ കളർ കോഡ് എന്ന് പറയുന്നത്, നമുക്ക് ഈ കളറിനൊരു വാല്യൂ ഉണ്ട് കളർ കോഡിനകത്ത്. അതായത് ഇതിങ്ങനെ തരുന്നത്: ബ്ലാക്കിന് 0, ബ്രൗണിന് 1, റെഡിന് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. നമുക്ക് ഓർത്തിരിക്കാനൊരു കോഡെന്ന് വെച്ചാൽ BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ BB റോയ് ROY റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ GB ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് VG വൈഫിൻ്റെ W. അങ്ങനെ, അതായത് ബ്ലാക്ക്, ഈ ഓർഡർ നമ്മൾ പഠിച്ചിരിക്കണം. ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോയ്, ഗ്രീന്, ബ്ലൂ, വയലറ്റ്, ഗ്രേ ആൻഡ് വൈറ്റ്. 0 മുതൽ 9 വരെയുള്ള നമ്പർ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ വലയങ്ങൾ ഇങ്ങനെ ഓരോ ഓർഡറിലാണ് തരുന്നതെന്ന് വെച്ചു: ചുവപ്പ്, വയലറ്റ്, ഓറഞ്ച്, വെള്ളി. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു റെസിസ്റ്ററിലെ കളർ കോഡിൽ കാണപ്പെടുന്ന കളർ കോഡിൻ്റെ കളറെന്ന് വിചാരിച്ചു. ഒരു റെസിസ്റ്ററിൽ നമ്മൾ കാണപ്പെടുന്ന കളർ കോഡിൻ്റെ കളർ ആദ്യം ചുവപ്പ്, പിന്നെ വയലറ്റ്, പിന്നെ ഓറഞ്ച്, പിന്നെ വെള്ളി. ഇങ്ങനെ കളർ കാണുന്നെങ്കിൽ നമുക്ക് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, ചുവപ്പെന്ന് പറയുന്നത് ഏതാ? റെഡ് 2. അപ്പോൾ ആദ്യത്തെ നമ്മൾ എഴുതി 2. വയലറ്റ് എന്ന് പറയുന്നതിനകത്ത് എവിടെയാണ് വരുന്നത്? 7. അപ്പോൾ 7. അപ്പോൾ 2 7 ആദ്യം അടുപ്പിച്ചെഴുതി, അപ്പോൾ 27 ആയി. പിന്നെ അടുത്തത് ഓറഞ്ചാണ് ഇവിടുത്തെ കളർ അല്ലേ. ഓറഞ്ചിന് നോക്കിയാൽ എന്താണ്? ഓറഞ്ച് ഇവിടെ 3 അല്ലേ, 3. അപ്പോൾ അത് 10ൻ്റെ പവറായിട്ട് എഴുതണം. 27 × 10⁻³ എന്ന് എഴുതുക. 10⁻³ അപ്പോൾ അവിടെ വരെയായി. ഇത് കളർ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആയി. ഇനി അടുത്ത നമുക്ക് വെള്ളി കളർ ടോളറൻസ് ആണ്. ഇത് ഈ കൂട്ടത്തിൽ കാണത്തില്ല, ഇതിനകത്ത് കളർ മാത്രമേ ഉള്ളൂ. ടോളറൻസ് വേറെ വാല്യൂ, നമുക്ക് പിന്നെ പഠിക്കാം. അപ്പം ഇത്രയും നമ്മൾ എഴുതി. 27 × 10⁻³. അതായത് ഇതിൻ്റെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 27 × 10⁻³ അപ്പോൾ കിലോ ഓം അല്ലേ. 27 കിലോ ഓം ആണ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഈ 10% ടോളറൻസ് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, വെള്ളിക്ക് 10%, അതൊരു വാല്യൂ കേട്ടോ. ടോളറൻസിൻ്റെ വാല്യൂ ഗോൾഡ് ആണെങ്കിൽ 5%, സിൽവർ വെള്ളിയാണെങ്കിൽ 10%, ഇനി ഒരു കളറും ഇല്ലെങ്കിലോ 20%. ഈ 3-ൽ ഏതെങ്കിലും ഒന്നേ ടോളറൻസിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വാല്യൂ വരുന്ന ഏതൊക്കെ വരത്തുള്ളൂ? ഒന്നീ ഗോൾഡ്, അല്ലെ സിൽവർ, അല്ലെ കളറില്ലാതെ വന്ന ടോളറൻസ് 20% ആണ്. സ്വർണ്ണ കളർ അഥവാ ഗോൾഡ് വന്നാൽ 5% ആണ്. സിൽവർ അഥവാ വെള്ളി കളർ വന്നാൽ 10% ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളി കളർ വന്നിരിക്കുന്നതുകൊണ്ട് എന്ത് എഴുതി? 10% ടോളറൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്നാ 27 കിലോ ഓം ± 10% ടോളറൻസ് കൂടെയാണ് നമ്മൾ വാല്യൂ. അപ്പോൾ പ്രതിരോധങ്ങളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? കളർ കോഡ് ഉപയോഗിക്കുന്നത്. കളർ കോഡിനകത്ത് വരുന്ന കളറുകളാണ് ഈ കിടക്കുന്നതെല്ലാം. 0 മുതൽ 9 വരെയുള്ള കളറുണ്ട്. അതിൻ്റെ ഓർഡറിൽ പഠിക്കണം. ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലയങ്ങൾ തന്നു കഴിഞ്ഞാൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും.